ഹലോ എവ്രിവൺ. അപ്പം മോഡ്യൂൾ 2-ൻ്റെ കണ്ടിന്യൂഷനായിട്ട് ബാക്കി അതായത് തീറ്റ റെപ്ലിക്കേഷനും റോളിംഗ് സർക്കിൾ മോഡൽ റെപ്ലിക്കേഷനെ കുറിച്ച് ഇനി പറയാം. അപ്പം ഫസ്റ്റ് നമുക്ക് തീറ്റ മോഡൽ റെപ്ലിക്കേഷനെ കുറിച്ച് പറയാം. തീറ്റ മോഡൽ റെപ്ലിക്കേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. നമുക്ക് ആദ്യം അതിൻ്റെ ഫിഗറിൽ എന്താ നടക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇമേജിൽ കാണിച്ചിരിക്കുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA അൺവൈൻഡ്സ് അറ്റ് റെപ്ലിക്കേഷൻ ഓഫ് ഒറിജിൻ. റെപ്ലിക്കേഷൻ ഓഫ് ഒറിജിൻ അൺവൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈം എന്തായിരുന്നു? ഹെലിക്കേസ്. അപ്പോൾ ഹെലിക്കേസ് അവിടുന്ന് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അൺവൈൻഡ് ചെയ്ത് തുടങ്ങും. സെക്കൻഡ് സ്റ്റെപ്പിൽ പ്രൊഡ്യൂസിങ് സിംഗിൾ സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ്സ് ഫോർ ദ സിന്തസിസ് ഓഫ് ന്യൂ DNA. റെപ്ലിക്കേഷൻ ബബിൾ ഫോംസ് യൂഷ്വലി ഹാവിങ് എ റെപ്ലിക്കേഷൻ ഫോർക്ക് അറ്റ് ഈച്ച് എൻഡ്. ഓരോ എൻഡിൽ ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് ന്യൂലി സിന്തസൈസ്ഡ് DNA. ഈ ഒരു പാർട്ടിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് റെപ്ലിക്കേഷൻ ബബിൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ഫോർക്സ് പിന്നെ രണ്ട് സൈഡിലേക്ക് റെപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതൊരു തീറ്റ ഷേപ്പിലിരിക്കുന്നതുകൊണ്ടാണ് ഇതിന് തീറ്റ റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ തീറ്റ മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ റെപ്ലിക്കേഷൻ നടന്നു പോയിട്ട് അവസാനം ഇങ്ങനെ 2 ഡിഫറെൻറ്റ് DNA നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ ഡിസ്ക്രിപ്റ്റീവായിട്ട് പറയാനാണെങ്കിൽ എന്താ കൊടുത്തേക്കുന്നതെന്ന് നോക്കാം. തീറ്റ റെപ്ലിക്കേഷൻ ഇറ്റ് ഒക്കേഴ്സ് ഇൻ സർക്കുലർ DNA. സർക്കുലർ DNAയിലാണ് ഇത് യൂഷ്വലി കാണുന്നത്, which is E. coli and most bacteria. Yeah, it is called theta replication because it generates a structure that resembles the Greek letter theta. In theta replication, double-stranded DNA begins to unwind at the replication origin, producing single-stranded nucleotide strands that then serve as templates on which new DNA can be synthesized. ഈ നിക്ക് നടന്നതിന് ശേഷം അത് ഈ ഓരോ സ്ട്രാൻഡ് ഓരോ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അവിടെ നിന്നാണ് പിന്നെ ബാക്കി DNA സിന്തസിസ് നടക്കുന്നത്. The unwinding of the double helix generates a loop, which is termed as the replication bubble. അത് ഇമേജ് ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ പറഞ്ഞു. DNA replication on both of the template strands is simultaneous. Unwinding നടക്കുന്നതിൻ്റെ കൂടെ തന്നെ replication നടന്നു പോകും. If there are 2 replication forks, one at each end of the replication bubble, the forks proceed outward in both directions in a process called bidirectional replication, simultaneously unwinding and replicating the DNA until they eventually meet. അപ്പം തീറ്റ റെപ്ലിക്കേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. പിന്നെ ഇത് മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിതൊക്കെ കുറച്ചുകൂടെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കാമെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളൊരു എബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റോളിംഗ് സർക്കിൾ റെപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പം this model of replication is used by bacteriophages, plasmids, viruses and viroids for rapid amplification of circular DNA or RNA genomes. ഇപ്പോൾ ഇതിൻ്റെ മെക്കാനിസത്തിലേക്ക് വരുമ്പം a specific protein, for example repa, nicks one strand of the circular double-stranded DNA, creating a free 3' OH end. ഇവിടെ റെപ്പേജ് എന്ന് ബൈൻഡ് ചെയ്തിട്ട് അവിടെ ഒരു നിക്ക് ഫോം ചെയ്യും, ഒരു ഫ്രീ 3' OH end ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അവിടുന്ന് പിന്നെ ഈ നിക്ക്, അതായത് ഈ എൻഡിൽ നിന്ന് DNA അൺവൈൻഡ് ചെയ്ത് തുടങ്ങും. ഇവിടുന്ന് അൺവൈൻഡ് ചെയ്ത് തുടങ്ങും, ഇവിടുന്ന് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഈ അൺവൈൻഡ് ചെയ്ത് പോകുന്ന ആളിലേക്ക് പിന്നെ SSB, അതായത് സിംഗിൾ സ്റ്റാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് നിന്ന് ബൈൻഡ് ചെയ്ത്, കാരണം അവർ റീഅനീലിംഗ് പ്രിവെൻറ്റ് ചെയ്യും. അതിനാണ് SSB എന്ന് ബൈൻഡ് ചെയ്യുന്നത്. അവിടെ പിന്നെ DNA പോളിമറേസ് 3 ബൈൻഡ് ചെയ്തിട്ടാണ് ഈ 3' OH എൻഡിൽ നിന്ന് പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്ത് തുടങ്ങുന്നത്. അതേപോലെ തന്നെ ദി ഓൾഡ് നിക്ഡ് സ്ട്രാൻഡ് ഇസ് പീൽഡ് ഓഫ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്ഡ് ആസ് എ സിംഗിൾ സ്ട്രാൻഡ്. അവരൊരു സിംഗിൾ സ്ട്രാൻഡ് ആയിട്ട് അവർ പിന്നെ പീൽ ഓഫ് ചെയ്യപ്പെടുന്നു. ദിസ് റോളിംഗ് കണ്ടിന്യൂസ് അറൗണ്ട് ദ സർക്കിൾ. അപ്പം ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വി ക്യാൻ പ്രൊഡ്യൂസ് മൾട്ടിപ്പിൾ ജീനോം ലെങ്ത് കോപ്പീസ്. ഇവരെയാണ് കൺകറ്റാമേഴ്സ് എന്ന് പറയുന്നത്. The displaced single strand is used as a lagging strand template, Okazaki fragments. പിന്നെ അത് ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കി എടുക്കും അവിടെ. The strand is cleaved and ligated into a circular double-stranded DNA molecule. ഇവരെ റോളിംഗ് സർക്കിൾ എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? is because the circular template is essentially rolled under the polymerase, generating a long linear concatemer like unspooling thread from a spool. നമ്മൾ മറ്റേ നൂല് കെട്ടി വെച്ചേക്കുന്നതില്ലേ, അതിൽ നിന്ന് നൂലിങ്ങനെ അൺവൈൻഡ് ചെയ്തെടുക്കുന്ന ഒരു ആക്ഷൻ പോലെ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഇതിനെ റോളിംഗ് സർക്കിൾ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ റോളിംഗ് സർക്കിൾ റെപ്ലിക്കേഷൻ. ഇത് മനസ്സിലാവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ താഴെ വേറൊരു യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഇടാം. അതിനകത്ത് കുറച്ചുകൂടെ ആനിമേറ്റഡ് ആയിട്ട് ഇത് കാണിക്കുന്നുണ്ട്. സോ ഐ ഹോപ്പ് ദാറ്റ് ഹെൽപ്സ്. സോ ദാറ്റ്സ് ഇറ്റ്.
താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ മ്യൂട്ടജൻസ് കൂടെ പറയാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗ്രിഫിത്സ് എക്സ്പെരിമെൻറ്റും ഹെർഷി ചേസ് എക്സ്പെരിമെൻറ്റും പറയാനുണ്ട്. അപ്പോൾ അത് ഹോപ്പ്ഫുള്ളി ഇൻ ലൈക്ക് 2-3 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. സോ യാ, താങ്ക് യു ഫോർ വാച്ചിങ്.